ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. ക്ലാസ് 9 ഫിസിക്സിലെ ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ കിടക്കുന്നത്. അതായത് ഈ ഒരു ചാപ്റ്ററിലെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നത് കേട്ടോ. കൂടുതൽ കണ്ടൻറ്റുകൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇലക്ട്രിസിറ്റിയെ കുറിച്ച് അറിഞ്ഞിരിക്കണം. എന്തിനെക്കുറിച്ച് അറിയണം? ഇലക്ട്രിസിറ്റി, അതുപോലെ റെസിസ്റ്റർ തുടങ്ങിയ ടോപ്പിക്കുകളായിരിക്കണം മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കൃത്യമായിട്ട് നിങ്ങൾ 1, 2, 3 തവണ വീഡിയോസ് കണ്ടിട്ട് വേണം പഠിക്കാനായിട്ട് കേട്ടോ. സോ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 ചോദ്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? യെസ്, ഞാൻ വായിക്കാം. What are the electric charges that the object acquire when rubbed against each other? അതായത് രണ്ട് വസ്തുക്കളെ പരസ്പരം റബ്ബ് ചെയ്തു എന്നിരിക്കട്ടെ. ഇവിടെ ഒരു ബോൾ ഉണ്ട്, രണ്ടാമത്തെ ബോൾ ഇവിടെയുണ്ട്. ഈ രണ്ട് വസ്തുക്കളെയും പരസ്പരം റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ രണ്ട് ചാർജുകൾ പ്രൊഡ്യൂസ് ആവും അല്ലേ? രണ്ട് ചാർജുകൾ ഉണ്ടാവും. ഏതൊക്കെയാണ് ആ ചാർജുകൾ? യെസ്, പോസിറ്റീവ് ചാർജ് ഉണ്ടാകും, അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഏതൊക്കെ ചാർജ് ഉണ്ടാവും? പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയല്ലോ. യെസ്, രണ്ട് ഇലക്ട്രിക് ചാർജുകൾ, പോസിറ്റീവ് ചാർജ് ഉണ്ടാവും, അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. റെഡിയാണല്ലോ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ഇലക്ട്രോൺ? ഇലക്ട്രോണിൻ്റെ ചാർജാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ കെമിസ്ട്രിയിലും ഫിസിക്സിലും എല്ലാം പഠിക്കുന്നതാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ് മക്കളെ? യെസ്, നെഗറ്റീവ് ചാർജ് ആണ് അല്ലേ? എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജ്. ഓക്കെ, കൃത്യമായിട്ട് എഴുതി വയ്ക്കാമല്ലോ. യെസ്, നെഗറ്റീവ് ചാർജ് ആണ്. റെഡിയാണല്ലോ? യെസ്. ഇനി അടുത്തതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്? 8ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം. വേഗം പറഞ്ഞോ, എന്താണ് ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ്? യെസ്, കൂളംബാണ് അല്ലേ? കൂളംബ്. വേഗം എഴുതിക്കോ. യെസ്, കൂളംബാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക. ഇവിടെ രണ്ട് വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകും, അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. ഇലക്ട്രോണിൻ്റെ ചാർജ് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ആണ്. അതുപോലെ തന്നെ ചാർജ് ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കൂളംബാണ് എന്നുള്ളതും നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ രണ്ട് ചിത്രങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു LED ബൾബിനെ കപ്പാസിറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഗ്ലോ ചെയ്യിപ്പിക്കുന്നതും രണ്ടാമത്തെ ചിത്രത്തിൽ ഒരു സെൽ ഉപയോഗിച്ചുകൊണ്ട് ഗ്ലോ ചെയ്യിപ്പിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മക്കൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഡിവൈസാണ്. എന്താണ്? എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, ഊർജ്ജത്തെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന, സംരക്ഷിച്ച് വെക്കുന്ന അല്ലെങ്കിൽ സംഭരിച്ച് വെക്കുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ. അപ്പോൾ കപ്പാസിറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു LED ലൈറ്റിനെ ഗ്ലോ ചെയ്യിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കപ്പാസിറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു LED ബൾബിനെ ഗ്ലോ ചെയ്യിപ്പിക്കുമ്പോൾ ഈ ഒരു LED ബൾബ് ആദ്യം ഡിം ലൈറ്റിലായിരിക്കും പ്രകാശിക്കുന്നുണ്ടാവുക. ഏത് ലൈറ്റിലാണ്? ഡിം ലൈറ്റ്. ഡിം ലൈറ്റ് എന്ന് പറഞ്ഞാൽ മങ്ങിയ പ്രകാശമായിരിക്കും കാണപ്പെടുന്നുണ്ടാവുക. പക്ഷെ കുറേ സമയം കഴിയുമ്പോൾ ഈ ഒരു ലൈറ്റ് സ്റ്റോപ്പ് ആവാനും തുടങ്ങും. എന്താ ഞാനിപ്പോൾ പറഞ്ഞത്? കപ്പാസിറ്ററാണ് നമ്മൾ ഉപയോഗിച്ചതെങ്കിൽ ഈ ഒരു LED ലൈറ്റ് ആദ്യമേ ഡിം ലൈറ്റിലായിരിക്കും ഗ്ലോ ചെയ്യുന്നുണ്ടാവുക, മങ്ങിയ പ്രകാശത്തിലായിരിക്കും ഉണ്ടാവുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഒരു ലൈറ്റ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഓക്കെ, യെസ്. ഇനി അതിന് പകരം ഒരു സെല്ലാണ് ഉപയോഗിച്ചതെങ്കിൽ അല്ലെങ്കിൽ ഒരു ബാറ്ററിയാണ് ഉപയോഗിച്ചതെങ്കിൽ ഈ ഒരു LED ബൾബ് ത്രൂ ഔട്ട് ഗ്ലോ ചെയ്യും. എന്ത് സംഭവിക്കും? യെസ്, നല്ലൊരു പ്രകാശത്തിൽ ഇത് നല്ലോണം സമയം എന്ത് സംഭവിക്കും? യെസ്, ഗ്ലോ ചെയ്തിട്ട് തന്നെ കാണപ്പെടും. ഇതിന് കാരണം മറ്റൊന്നുമല്ല, അതായത് സെല്ലിനകത്ത് നമുക്ക് കറണ്ട് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ലഭിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടാണ്, അതായത് തുടർച്ചയായിട്ടാണ് കറണ്ട് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ബൾബ് കുറേ നേരത്തേക്ക് ഗ്ലോ ചെയ്യുന്നത് കേട്ടോ. അതിന് കാരണം മറ്റൊന്നുമല്ല, കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് കറണ്ട് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, കറണ്ടിൻ്റെ കണ്ടിന്യൂസ് ഫ്ലോ, തുടർച്ചയായിട്ടുള്ള കറണ്ടിൻ്റെ ഫ്ലോ കാരണമാണ് ഇവിടെ ഈ ഒരു സെല്ല് ഉപയോഗിച്ചപ്പോൾ ബൾബ് കൃത്യമായിട്ട് ഗ്ലോ ചെയ്യാനായിട്ട് കാരണം. ഇനി ടെക്സ്റ്റിലെ സൈഡിലെ ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കപ്പാസിറ്ററിനെ കുറിച്ച് അവർ നൽകിയിട്ടുണ്ട്. എ കപ്പാസിറ്റർ ഈസ് എ കമ്പോണൻറ്റ് യൂസ്ഡ് ടു സ്റ്റോർ ദ ഇലക്ട്രിക് എനർജി. അതായത് ഇലക്ട്രിക് എനർജിയെ സംഭരിച്ച് വെക്കാൻ, സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എന്താണ് കപ്പാസിറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് എനർജിയെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ. നമ്മുടെ TVയിലും മറ്റ് പല ഇലക്ട്രോണിക് ഒബ്ജക്റ്റുകളിലും നിങ്ങൾ കപ്പാസിറ്റർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് കപ്പാസിറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ മോസ്റ്റ് ഓഫ് ദ ഇലക്ട്രോണിക് ഡിവൈസസ്. ഇലക്ട്രോണിക് ഡിവൈസുകളിൽ കൂടുതലായിട്ടും കപ്പാസിറ്ററുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും.
ഇനി ഈ ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്കിവിടെ 2 ഫിഗറുകൾ കാണാം. ഒരു എക്സ്പെരിമെൻ്റ് ആണ്. 2 ബീക്കേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ 2 ബീക്കറിലും ഒരേപോലെ വെള്ളം നിറച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊരു ട്യൂബ് വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ആദ്യത്തെ ചിത്രവും രണ്ടാമത്തെ ചിത്രവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? യെസ്, ആദ്യത്തെ ചിത്രത്തിൽ സെയിം ലെവലിലാണ് എന്ത് ചെയ്യുന്നത്? യെസ്, ഈ 2 ബീക്കറുകളും പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? സെയിം ലെവൽ, അതായത് ഒരേ ലെവലിലാണ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കടാ, ഒരു ടേബിളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? യെസ്, 2 ബീക്കറുകളും വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എയിൽ നിന്ന് ബിയിലേക്ക് ഈ പറഞ്ഞ വാട്ടർ ഫ്ലോ ചെയ്യുമോ? എന്താണ് നിങ്ങളുടെ ഉത്തരം? യെസ്, ഉറപ്പായിട്ടും ഫ്ലോ ചെയ്യില്ല അല്ലേ? കാരണം ഈ പറഞ്ഞ എ എന്ന ബീക്കറും ബി എന്ന ബീക്കറും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്, അതായത് സെയിം ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ജലം എവിടേക്ക് പോകില്ല? യെസ്, ബിയിലേക്ക് പോകില്ല. ക്ലിയർ ആണല്ലോ? യെസ്. പക്ഷേ രണ്ടാമത്തെ ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മക്കളെ, നിങ്ങൾക്ക് ഇവിടെ കാണാം, രണ്ടാമത്തെ ചിത്രത്തിൽ എ എന്ന് പറയുന്ന ബീക്കർ കുറച്ച് മുകളിലാണ്, കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത് അല്ലേ? ഇങ്ങനെ ഹൈറ്റ് ഉള്ള ഒരു വസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, താഴെ നിൽക്കുന്നതിലേക്ക് വെള്ളത്തിന് ഫ്ലോ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. വെള്ളത്തിന് ഒരു മുകളിലത്തെ ഹൈറ്റിൽ നിന്ന് താഴേക്കാണ്, അല്ലെങ്കിൽ ടോപ്പ് ടു ബോട്ടം ആണ് എപ്പോഴും വെള്ളം ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജലം ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ബീക്കറിൽ നിന്ന് ബി എന്ന് പറയുന്ന ബീക്കറിലേക്ക് എന്ത് ചെയ്യാം? ജലത്തിന് ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റും. കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒരെണ്ണം ഒരു മുകളിലാണ് നിൽക്കുന്നത്, ഒരെണ്ണം താഴെയാണെങ്കിൽ മുകളിലുള്ള വെള്ളത്തിന് താഴേക്ക് വരാൻ പറ്റും, അതായത് വാട്ടർ ഫ്ലോ നടക്കും. എന്തുകൊണ്ടാണ് ഈ ഒരു വാട്ടർ ഫ്ലോ നടക്കാൻ കാരണം? യെസ്, വെരി ഗുഡ്, ഇറ്റ് ഈസ് ഡ്യൂ ടു ഹൈറ്റ് ഡിഫറൻസ്. എന്ത് കാരണമാണ്? ഹൈറ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഫ്ലോ നടക്കാൻ കാരണം. കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത്, അതായത് ഹൈറ്റ് ഡിഫറൻസ് സംഭവിക്കുന്നത് കൊണ്ടാണ് ഇവിടെ എന്ത് നടക്കുന്നത്? യെസ്, വാട്ടർ ഫ്ലോ നടക്കുന്നത്. എന്താ നടക്കുന്നത്? വാട്ടർ ഫ്ലോ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു എക്സ്പെരിമെൻറ്റ് നമ്മൾ പറയുന്നത് കറൻറ്റിലേക്ക് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഹൈറ്റ് ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് വാട്ടർ ഫ്ലോ നടക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതായത് ഈ പറഞ്ഞ ഫിഗർ 7.3, അതായത് ആദ്യത്തെ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡസ് വാട്ടർ ഫ്ലോ ഫ്രം കണ്ടെയ്നർ എ ടു ബി? എയിൽ നിന്ന് ബിയിലേക്ക് വെള്ളം ഒഴുകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ടർ ഫ്ലോ നടക്കുമോ? ഇല്ല അല്ലേ? ആദ്യത്തെ ചിത്രത്തിൽ വാട്ടർ ഫ്ലോ നടക്കില്ല, ശരിയാണല്ലോ? യെസ്. ഈസ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ലെവൽ ഇൻ ദ 2 കണ്ടെയ്നേഴ്സ് ദ സെയിം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് രണ്ടിലും ഒരേ ലെവലിൽ തന്നെയാണ് വാട്ടർ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടും ഒരേ ലെവലിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും കേട്ടോ. എല്ലാ സ്ഥലത്തും ആ ഒരു സെയിം ലെവലായതുകൊണ്ട് അവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇനി അടുത്തത് അവർ രണ്ടാമത്തെ ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നൗ ഡസ് ദ വാട്ടർ ഫ്ലോ ഫ്രം കണ്ടെയ്നർ എ ടു ബി? അതായത് ഈ ഒരു പ്രത്യേക ഹൈറ്റിലേക്ക്, അല്ലെങ്കിൽ ഒരു നിശ്ചിത ഹൈറ്റിലേക്ക് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബീക്കറിന് എന്ത് സംഭവിക്കും? യെസ്, അവിടെ നിന്ന് വെള്ളം ഫ്ലോ നടക്കും അല്ലേ? രണ്ടാമത്തെ ചിത്രത്തിൽ ഈ പറഞ്ഞ വാട്ടർ ഫ്ലോ നടക്കും. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഇവിടെ വാട്ടർ ഫ്ലോ വരാൻ കാരണം ഇവിടെ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഫോർ ദ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വാട്ടർ എ ഡിഫറൻസ് ഇൻ ദ വാട്ടർ ലെവൽ ഇൻ കണ്ടെയ്നേഴ്സ് എ ആൻഡ് ബി ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. അതായത് ഇവിടെ വാട്ടർ ലെവലിൽ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഈ പറഞ്ഞ ഹൈറ്റിൽ ഒരു ഡിഫറൻസ്, അതായത് ഉയരത്തിൽ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വാട്ടർ ഫ്ലോ നടക്കാൻ കാരണം. ഇതുപോലെ നമ്മൾ കറണ്ടിൻ്റെ കേസ് പറയുമ്പോൾ, കറണ്ടിൻ്റെ കേസിൽ മക്കളെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കറണ്ടിൻ്റെ കേസിൽ നിങ്ങൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പഠിക്കും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് കറണ്ട് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് ഒഴുകാൻ കാരണം. നിങ്ങളൊന്ന് പഠിക്കണേ. അതായത് കറണ്ട് ഫ്ലോ ചെയ്യാൻ കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോക്കകത്തായിരിക്കും പറയുന്നുണ്ടാവുക. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണമാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അതുപോലെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ദ ഫ്ലോ ഓഫ് ചാർജസ് പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് കറൻറ്റ് ത്രൂ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിനകത്ത് ചാർജുകളുടെ ഫ്ലോയാണ് എന്ത് തീരുമാനിക്കുന്നത്? ഇലക്ട്രിക് കറൻറ്റിനെ തീരുമാനിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സൈഡിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണാൻ വേണ്ടി പറ്റും. അതായത് ഫ്ലോ ഓഫ് ചാർജസ് പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് കറൻറ്റ് ത്രൂ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ചാർജുകളുടെ ഫ്ലോ, അതായത് ചാർജുകളുടെ ഒരു ഒഴുക്കിനെയാണ് മക്കളെ എന്ത് പറയുക? ഇലക്ട്രിക് കറന്റ് എന്ന് പറയുക. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഫ്ലോ ഓഫ് ചാർജസ് പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് കറന്റ് ത്രൂ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിനകത്ത് ചാർജുകൾ ഫ്ലോ ചെയ്താൽ മാത്രമേ അവിടെ ഇലക്ട്രിക് കറന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ.
ഇനി അതുപോലെ തന്നെ മറ്റ് പല സിറ്റുവേഷൻസും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് വായിക്കാം. ആൻഡ് അയൺ റോഡ് ടച്ചസ് ദ ഫ്ലെയിം ഓഫ് എ കാൻഡിൽ ആസ് ഷോൺ ഇൻ ദ ഫിഗർ 7.5. ഈ ഒരു ചിത്രത്തിലേതുപോലെ ഒരു മെഴുകുതിരിയിൽ ഒരു അയൺ റോഡ് കാണിക്കുകയാണ്. അവിടെ 2 എൻഡുകൾ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പി എന്നും ക്യൂ എന്നും. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്, ഹീറ്റ് കണ്ടക്ഷൻ നടക്കും അല്ലേ. ഇവിടെ ക്യൂ എന്ന് പറയുന്ന സ്ഥലം ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹീറ്റ് പതിയെ 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 എവിടേക്ക് സ്പ്രെഡ് ആവും? എസ് പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകും. ശരിയാണല്ലോ. യെസ്, ചൂട് പതിയെ 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 പി എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകും. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ഓൺ വിച്ച് പാർട്ട് ഓഫ് ദ റോഡ് വിൽ ദ ടെമ്പറേച്ചർ റൈസ് ഫസ്റ്റ് ആൻഡ് സൂൺ ആസ് ഇറ്റ് ടച്ചസ് ദ ഫ്ലെയിം. അതായത് ഈ പറഞ്ഞ ക്യൂ എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ചൂടാക്കുന്നത് അല്ലേ, ആദ്യമായിട്ട് ഹീറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ക്യൂ എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും എന്ത് കൂടുതൽ ഉണ്ടാവുക? ഈ പറഞ്ഞ ഹീറ്റ് ഫസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ത്രൂ ദ റോഡ്? അതായത് ഈ ഒരു റോഡിൽ എവിടെ നിന്ന് എവിടേക്കാണ് ഹീറ്റ് ഫ്ലോ നടക്കുക? നിങ്ങൾ തന്നെ പറഞ്ഞോ, എവിടെ നിന്ന് എവിടേക്കാണ്? യെസ്, ക്യൂയിൽ നിന്ന് പിയിലേക്കാണ് അല്ലേ. ഫ്രം ക്യൂ ടു പി ആണ് ശരിയായിട്ടുള്ള ആൻസർ. ക്യൂയിൽ നിന്ന് പിയിലേക്ക്. റെഡിയാണല്ലോ. യെസ്, അതിൻ്റെ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത സിറ്റുവേഷനാണ് നൽകിയിരിക്കുന്നത്. അടുത്ത സിറ്റുവേഷൻ ഒരു എയർ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ട്യൂബാണ് കേട്ടോ. എ ട്യൂബ് ഫിൽഡ് വിത്ത് എയർ ടു ഇറ്റ്സ് മാക്സിമം ആസ് ഷോൺ ഇൻ ദ ഫിഗർ 7.6. വാട്ട് ഈസ് ദ എയർ പ്രഷർ, അല്ലെങ്കിൽ വേർ ഇസ് ദ എയർ പ്രഷർ ഗ്രേറ്റർ? എവിടെയാണ് എയർ പ്രഷർ കൂടുതൽ ഉണ്ടാവുക? എല്ലാവർക്കും സിമ്പിളായിട്ട് പറയാം അല്ലേ, ട്യൂബിനകത്താണ്. ട്യൂബിനകത്ത് വളരെ ടൈറ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത്? എയർ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രഷർ കൂടുതൽ ട്യൂബിന് അകത്തായിരിക്കും, ഇൻസൈഡ് ദ ട്യൂബ് ആയിരിക്കും. ഇനി ഇഫ് ദ വാൽവ് ഓഫ് ദ ട്യൂബ് ഈസ് ഓപ്പൺഡ്, അതായത് ഈ പറഞ്ഞ വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും കാണാൻ സാധിക്കുന്നത്? യെസ്, ഏത് ഡയറക്ഷനിലായിരിക്കും എയർ ഫ്ലോ ഉണ്ടാവുക? യെസ്, ഇൻസൈഡ് ടു ഔട്ട്സൈഡ് അല്ലേ, ഉള്ളിൽ നിന്ന് പുറത്തേക്ക്, ഇൻസൈഡ് ടു ഔട്ട്സൈഡ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതി വെക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. യെസ്, ഇൻസൈഡ് ടു ഔട്ട്സൈഡ്, അകമേ നിന്ന് പുറത്തേക്കായിരിക്കും ഈ പറഞ്ഞ എയർ പോകുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബോക്സും നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ബോക്സ് നിങ്ങൾ നോക്കിയാൽ അറിയാം, വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത് ടോപ്പ് ടു ബോട്ടം ആയിരിക്കും, മുകളിൽ നിന്ന് താഴേക്കായിരിക്കും. അതുപോലെ ഹീറ്റ് ഫ്ലോ നടക്കുന്നത് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്കായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എയർ ഫ്ലോ നടക്കുന്നത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കായിരിക്കും. ഈ ഒരു കാര്യം എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഹീറ്റ് ഫ്ലോ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഒരു ചിത്രത്തിൽ ക്യൂ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ആണ്. അവിടെ നിന്ന് പി എന്ന് പറയുന്ന ലോ ടെമ്പറേച്ചറിലേക്കാണ് എന്ത് ചെയ്യുന്നത്? യെസ്, ഹീറ്റ് ഒഴുകുന്നത്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ 3 സിറ്റുവേഷൻസും കണ്ടു അല്ലേ. വാട്ടർ ഫ്ലോ കണ്ടു, അതുപോലെ ഹീറ്റ് ഫ്ലോ കണ്ടു, അതുപോലെ തന്നെ എയർ ഫ്ലോ കണ്ടു. ഇതുപോലെ ചാർജിൻ്റെ ഫ്ലോയിനെയാണ് മക്കളെ എന്ത് പറയുക? യെസ്, കറണ്ട് എന്ന് പറയുക. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫ്ലോ ഓഫ് ചാർജസ് പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് കറണ്ട്. ഇതുപോലെ ഒരു സർക്യൂട്ടിനകത്ത് ചാർജിൻ്റെ ഫ്ലോയിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. എന്ത് പറയും? കറണ്ട് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. ഫ്ലോ ഓഫ് ചാർജസ് പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് കറണ്ട് ത്രൂ എ സർക്യൂട്ട്. അതായത് ഒരു സർക്യൂട്ടിനകത്ത് ചാർജുകളുടെ ഫ്ലോയിനെയാണ് എന്ത് പറയുക? യെസ്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുക. ഇവിടെ ഒരു സർക്യൂട്ട് നൽകിയിരിക്കുന്നു, ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. ഈ ഒരു ബാറ്ററിയിലൂടെ എന്ത് ചെയ്യുന്നു? യെസ്, ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് എന്ത് ചെയ്യുന്നു? അടുത്ത ടെർമിനലിലേക്ക് എത്തുന്നു. ഇങ്ങനെയുള്ള ചാർജിൻ്റെ ഫ്ലോയിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുക. ഇതാണ് നിങ്ങൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇങ്ങനെ ചാർജ് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞൊരു സംഭവം വേണം. അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് മുമ്പോട്ട് പോവുക. ദിസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ. മെയിൻ പാർട്ട് ഇനി അടുത്ത വീഡിയോകളിലാണ് വരുന്നത്. സോ അടിപൊളിയായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.